അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹ്. പേന് എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും അറിയാലോ. പേനിന് എല്ലാ നാട്ടിലും പേന് തന്നെയല്ല പറയാ, വേറൊന്നും പേരില്ലല്ലോ. അത് കൂടുതലും സ്ത്രീകളുടെ തലയിലാണ് ഉണ്ടാവാറുള്ളത്. പുരുഷന്മാരുടെ തലയിൽ ഉണ്ടാവാറുണ്ട്. ചില ആളുകളുടെ തലയിൽ ഒരുപാടുണ്ടാകും, ചില ആളുകളുടെ തലയിൽ വളരെ കുറച്ചേ ഉണ്ടാവുള്ളൂ. എന്നാൽ ഈ പേന് അധികരിക്കാൻ കാരണം എന്താണ്? പേന് ഉണ്ടാവാൻ കാരണമല്ല, അധികമാവാൻ കാരണം എന്താണ്? അതിന്റെ ശാസ്ത്രീയ വശമൊന്നും എനിക്കറിയില്ല. കിതാബുകളിൽ വല്ലതും പറഞ്ഞിട്ടുണ്ടോ? ഇത് എനിക്കറിയില്ലായിരുന്നു. എനിക്ക് അറിവ് കിട്ടിയത് ഒരു ഉസ്താദിന്റെ അടുത്ത് നിന്നാണ്. നമുക്കെല്ലാം അങ്ങനെയാണല്ലോ, ഉസ്താദുമാരുടെ അടുത്ത് നിന്നാണല്ലോ അറിവ് കിട്ടുന്നത്. ഒരു 10 മാസം മുമ്പാണ് ഞാൻ ഈ വിഷയം ആദ്യമായിട്ട് അറിയുന്നത്. ആ സമയത്ത് ഞാൻ ഒരു വീഡിയോ ചെയ്തിരുന്നു. ആ വീഡിയോ ഇന്ന് നമ്മുടെ ചാനലിൽ ഇല്ല. അപ്പൊ ഞാൻ വിചാരിച്ചു ഇന്ന് ഏതായാലും അതേ വിഷയത്തെ കുറിച്ച് പറയാമെന്ന്. കാരണം അന്ന് കാണാൻ പറ്റാത്ത ആളുകൾക്ക് ഇന്ന് ചിലപ്പോൾ കാണാൻ പറ്റിയാലോ. ഏതായാലും കൂടുതൽ പറഞ്ഞുകൊണ്ടിരിക്കാതെ ഞാൻ വീഡിയോയിലേക്ക് കടക്കുകയാണ്. ഞാൻ പറഞ്ഞു എനിക്കൊരു ഉസ്താദിന്റെ അടുത്ത് നിന്ന് കിട്ടിയ ഇൽമാണ് എന്ന്. ഉസ്താദ് പറയുന്നത് ബഹുമാനപ്പെട്ട മൂസദ്ദമീരി റഹിമുല്ല എന്ന് പറഞ്ഞിട്ട് വലിയൊരു മഹാൻ ഉണ്ടായിരുന്നു. ഒരുപാട് ഗ്രന്ഥങ്ങൾ എഴുതിയ മഹാനാണ്. ഷാഫിഈ മദ്ഹബില് നമുക്ക് അഭിപ്രായങ്ങൾ സ്വീകരിക്കാൻ പറ്റിയ മഹാനാണ് അദ്ദേഹം. ബഹുമാനപ്പെട്ട ഇമാം നവവി റളിയല്ലാഹു അൻഹുവിന്റെ കിതാബിനിക്ക് തഫ്സീറുകൾ എഴുതിയിട്ടുണ്ടെന്ന് പറഞ്ഞ് ബഹുമാനപ്പെട്ടവര് ജീവികളെ കുറിച്ച് പറയാൻ വേണ്ടി മാത്രമായിട്ട് ഒരുപാട് വാള്യങ്ങളുള്ള വലിയൊരു കിതാബ് ഉണ്ടാക്കിയിട്ടുണ്ട്. ആ കിതാബിന്റെ പേരാണ് ഹയാത്തുൽ ഹയവാനുൽ കുബ്ര എന്ന്. അതില് എല്ലാ ജീവികളെ കുറിച്ചും പറയുന്നുണ്ട്. അതിന്റെ 1-ാം വാള്യത്തില് ബഹുമാനപ്പെട്ടവര് ഇങ്ങനെ ജീവികളെ കുറിച്ച് പറഞ്ഞിട്ട് പോത്തിനെ കുറിച്ച് പറയുന്നുണ്ട്. പോത്ത്, എരുമ ഇവകളെ കുറിച്ച്. ആ സ്ഥലത്ത് മഹാനവകൾ പറയുന്നത് അക്ലു ലഹ്മിഹി യൂരിസുൽ ഖംല. അറബിയില് ഖംല് എന്ന് പറഞ്ഞാൽ പേനാണ്. ഇവിടെ മഹാനവറുകൾ പറഞ്ഞത് പോത്തിന്റെ മാംസം കഴിക്കൽ പേൻ അധികരിക്കാൻ കാരണമാകുന്ന. ഇവിടെ നമ്മളൊന്ന് മനസ്സിലാക്കേണ്ടത് പോത്തിന്റെ മാംസം കഴിക്കുന്ന ആളുകൾക്ക് മാത്രമേ പേൻ അധികരിക്കൂ എന്നല്ല പറഞ്ഞത്. പോത്തിന്റെ മാംസം കഴിക്കുന്ന ആളുകൾക്കൊക്കെ പേൻ അധികരിക്കും എന്നുമല്ല പറഞ്ഞത്. മഹാനവറുകൾ പറഞ്ഞത് പോത്തിന്റെ മാംസം കഴിക്കുക എന്നുള്ളത് പേൻ അധികരിക്കാൻ കാരണമാകുമെന്നേ പറഞ്ഞിട്ടുള്ളൂ. അത് നമ്മളെപ്പോലെ എപ്പോഴെങ്കിലും മാംസം കഴിക്കുന്ന ആളുകളെ കുറിച്ച് അല്ലെങ്കിൽ വളരെ കുറച്ച് മാംസം കഴിക്കുന്ന ആളുകളെ കുറിച്ച് ആയിരിക്കില്ല മഹാനവറുകൾ പറഞ്ഞിട്ടുണ്ടാവുക. നമ്മളൊക്കെ എപ്പോഴാണ് മാംസം കഴിക്കുക? ആഴ്ചയിൽ ഒരിക്കലോ അല്ലെങ്കിൽ അതിനപ്പുറം എപ്പോഴെങ്കിലും ആയിരിക്കും. കൂടുതലായി മാംസം കഴിക്കുന്ന ആളുകളെ കുറിച്ചായിരിക്കാം ബഹുമാനപ്പെട്ടവർ അങ്ങനെ പറഞ്ഞിട്ടുണ്ടാവുക. അല്ലാഹു ആലം. നമ്മളൊന്നും സ്വപ്നത്തിൽ പോലും വിചാരിക്കാത്ത കാര്യമാണല്ലേ. അതായത് പോത്തിന്റെ മാംസം കഴിച്ചാൽ പേൻ അധികരിക്കും എന്നുള്ളത്. എന്നാൽ മഹാന്മാര് കിതാബുകളിൽ എഴുതണമെങ്കിൽ അവര് ഗവേഷണം നടത്തിയിട്ട് അവർക്ക് വ്യക്തമായ തെളിവുകൾ ഉണ്ടായാൽ മാത്രമേ അവര് കിതാബുകൾ എഴുതുള്ളൂ. അല്ലെങ്കിൽ അവർക്ക് തോന്നുന്ന രൂപത്തിൽ കിതാബുകൾ എഴുതി ഉണ്ടാക്കുന്നവരല്ല മഹാന്മാര്. ഏതായാലും നല്ലത് പറയുവാനും നല്ലത് കേൾക്കുവാനും നല്ലതനുസരിച്ച് ജീവിതത്തിൽ പകർത്തുവാനുള്ള തൗഫീക്ക് നമുക്ക് എല്ലാവർക്കും അല്ലാഹു തആല നൽകുമാറാവട്ടെ. ദുനിയാവും ആഖിറവും വിജയിച്ചവരുടെ കൂട്ടത്തിൽ നാം എല്ലാവരെയും അല്ലാഹു തആല ഉൾപ്പെടുത്തി തരുമാറാവട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. ദുആ വസിയത്തോടു കൂടി അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.